ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെർഫെക്റ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു തായ് BL ഡ്രാമയാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി ക്യാമ്പസ് ലൈഫ് നല്ല അടിപൊളി ഒരു ഡ്രാമയാണ്. ആരും മിസ് ചെയ്യരുത്. പിന്നെ ഈ ഡ്രാമയുടെ ഇടയ്ക്ക് പ്രസൻറ്റും പാസ്റ്റും മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ എന്തായാലും കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് പ്രസൻറ്റ് ടൈം കാണിച്ചിട്ടാണ്. ക്യാമ്പസിൻ്റെ ഒരു ഹോളിൽ എല്ലാ പിള്ളേരും നിരന്നിരിക്കുന്നുണ്ടായിരിക്കും. പുതിയ ജൂനിയർ സ്റ്റുഡൻസാണ് അവരവിടെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീർ മെൻറ്റർ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആ കോളേജിലൊരു ട്രഡീഷനാണ് ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പീർ മെൻറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ തിരഞ്ഞെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ കോഡ് ഉണ്ടാവും. അതൊരു ബോക്സിൽ ഇങ്ങനെ ലോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അതെടുക്കുകയാണെങ്കിൽ ആ കോഡ് നമ്പറിനനുസരിച്ചിട്ടുള്ള ആ ഗ്രൂപ്പിലേക്കായിരിക്കും ഈ എടുക്കുന്ന ആൾ മെമ്പറാവുക. നമ്മുടെ കഥയിലെ ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള വൈൻ വന്നിട്ട് അവൻ്റെ ലോട്ട് എടുക്കുന്നുണ്ട്. അവന് പെർഫെക്റ്റ് അറ്റൻഡൻസിലേക്കാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. പെർഫെക്റ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പീർ മെൻറ്റർ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മുടെ യോത്തയുടെ പീർ മെൻറ്റി ആയിട്ടാണ് വൈൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യോത്ത വന്നിട്ട് വൈന് മാലയും ബാഡ്ജൊക്കെ ഇടിയിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോത്ത പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല, പകരം ഒരു മീൽ ട്രീറ്റായിട്ട് തരാമെന്ന്. നമ്മുടെ വൈനാണെങ്കിൽ ആകെ ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് വന്നിട്ട് മീൽ തരാം, ട്രീറ്റ് തരാം എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കൺഫ്യൂസ് ആവില്ല. പോരാത്തതിന് നമ്മുടെ യോത്ത ആണെങ്കിൽ ഇവൻ്റെ പേര് തെറ്റിച്ചിട്ടൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വൈൻ യോത്ത പറഞ്ഞിട്ടുള്ള ആ പീർ മെൻറ്റർ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അവൻ പീർ മെൻറ്റർ പാർട്ടി അല്ല, വെൽക്കം പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഗ്രൂപ്പ് ഫുൾ അവന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പെണ്ണ് അവനെ വിളിക്കുന്നുണ്ടായിരിക്കും, വായോ വായോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഇവൻ പോയിട്ട് ഇരിക്കുന്നുണ്ട്, വൈൻ പോയിട്ട് ചെന്ന് ഇരിക്കുന്നുണ്ട്. പെണ്ണ് അവനെ ഒഫീഷ്യലായിട്ട് പെർഫെക്റ്റ് അറ്റൻഡൻസിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആമാണെങ്കിൽ അവനിങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഞാൻ പൊണ്ണിൻ്റെ പീർ മെൻറ്റി ആയിരുന്നു. ഇത് പൊൺ ആർക്കിൻ്റെ പീർ മെൻറ്റിയാണ്. ആർക്ക് ജെറ്റിൻ്റെ പീർ മെൻറ്റിയാണ്. പെണ്ണും ജെറ്റും കപ്പിളാണ്, ഞാനും ആർക്കും കപ്പിളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ സ്പീഡിൽ പറയണം, കാരണം നമ്മുടെ വൈനാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ജെറ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആമിൻ്റെ അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, നിനക്കിതൊക്കെ ഒന്ന് പതുക്കെ പറഞ്ഞു കൊടുത്തോടെ, അവനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായിട്ട് നമ്മുടെ ജെറ്റ് തന്നെ ഇങ്ങനെ വൈന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈൻ ഇവിടെയുള്ള എല്ലാവരും പെർഫെക്റ്റ് അറ്റൻഡൻസിലെ മെമ്പേഴ്സാണ്. പെണ്ണും ഞാനും കപ്പിളാണ്, ആർക്കും മാമും കപ്പിളാണ്. പിന്നെ യോത്ത എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈനും യോത്തയും തമ്മിലോടൊരു ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ യോത്ത പറയുന്നുണ്ട്, നിർത്തിക്കോ എന്ന് വിചാരിക്കണ പോലെ ഒന്നുമില്ല, എനിക്ക് ഓൾറെഡി ഒരാളുണ്ടെന്നൊക്കെ നമ്മുടെ യോത്ത പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് ഞാൻ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് വൈൻ ഉദ്ദേശിച്ചിട്ട് ചോദിക്കും, ഇതാരാന്ന് ചോദിക്കും യോത്തയുടെ അടുത്ത്. അപ്പോൾ യോത്ത പറഞ്ഞു കൊടുക്കും, ഇതെൻ്റെ പീർ മെൻറ്റിയാണെന്ന്. അപ്പം വന്ന ആൾ പറയുമോ, ഞാൻ ഗൺ, നൈസ് ടു മീറ്റ് എന്നൊക്കെ പറഞ്ഞ് വൈനെ പരിചയപ്പെടും. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട്, നീ പുതിയ മെമ്പറായതിനാൽ നിനക്ക് ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട്. നീ എന്ത് ചോദിച്ചാലും അത് ഈ ടേബിളിൽ തന്നെ നിൽക്കും, വേറെ ആരും അറിയാൻ പോകുന്നില്ല. എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചൊന്നു. നമ്മുടെ വൈൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എന്നെ കാണാൻ നല്ല ക്യൂട്ടല്ലേ എന്ന് ചോദിക്കാൻ പറയും. അപ്പം ഞാൻ പറയും, എന്നെ കാണാൻ നല്ല ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഹലോ പറഞ്ഞിട്ട് നമ്മുടെ വൈൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടിരിക്കും. അപ്പം നമ്മുടെ യോത്ത പറയും, ഫായ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ പീർ മെൻറ്റിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണമെന്ന്. അപ്പം നമ്മുടെ ഫായ് പറയും, നമ്മൾ ബ്രദേഴ്സ് അല്ലേ, നിൻ്റെ പീർ മെൻറ്റി എൻ്റെയും കൂടെയല്ലേ എന്ന് ഫായ് പറയും. അപ്പം നമ്മുടെ യോത്ത ചോദിക്കും, നീയല്ലേ പറഞ്ഞത് നിൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ ബാറിലാണെന്ന്. അപ്പം നമ്മുടെ ഫായ് പറയും, അതെ, പക്ഷേ എൻ്റെ ഹൃദയം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈൻ്റെ മേത്തേക്ക് ഇങ്ങനെ തലയൊക്കെ ചായ്ക്കും. അപ്പം നമ്മുടെ യോത്തയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഫായ്, നിൻ്റെ മുഖത്തേക്ക് ഞാൻ വെള്ളം ഒഴിക്കും എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഫായും വിട്ടു കൊടുക്കില്ല, എന്നാൽ നീ ഒഴിക്കുന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ ഫായ് വൈനോട് പറയും, നിനക്ക് ഇനി എന്താ അവരോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചു, ഞാൻ അതിൽ ശല്യമൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ വൈനാണെങ്കിൽ എന്താ ചോദിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കും മാമ എങ്ങനെയാണ് കപ്പിൾസ് ആയിരുന്ന അവരുടെ ലവ് സ്റ്റോറി ആയിരിക്കും നമ്മുടെ വൈൻ അവരോട് ചോദിക്കുക. അപ്പം നമ്മുടെ ആമാണെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് ടേബിളിലൊക്കെ ഇടിച്ചിട്ട് പറയും, നമുക്കിടയിൽ തന്നെ ഇത് നിൽക്കണം, നീ വേറെ ആരോടും പറയരുത്, ഇത് അത്രയ്ക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് നമ്മുടെ
ആമോ കഥ പറയാൻ തുടങ്ങും. ഇവിടം തൊട്ട് നമ്മുടെ കഥ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ആമ് അവരുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ആമ് കോളേജിലേക്കുള്ള ഇൻ്റർവ്യൂ ടെസ്റ്റിന് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് 3 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് എൻജിനീയറിംഗ് ചൂസ് ചെയ്തതെന്ന്. അപ്പം നമ്മുടെ ആമ് പറയുന്നുണ്ട്, ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിൽ എക്സ്പീരിയൻസ് നേടണമെന്ന് എനിക്കുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമാണ് ഇതെന്നും നമ്മുടെ ആൾ കാണാതെ പഠിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഡി ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങാനും കാണാതെ സ്ക്രിപ്റ്റ് പഠിച്ച് വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആമ അങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിലൊരാൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ഇത് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ആമിൻ്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാനിത് വീട്ടിൽ പോയിട്ട് ചെയ്യാതെ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊരു പോസ്റ്റ് ഗ്രേഡ് സ്റ്റുഡൻറ്റിനുള്ള ക്വസ്റ്റ്യനാണ്, വെറുതെ നോക്കാൻ തന്നതാണ്, ചിലപ്പോൾ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് തന്നതാന്നൊക്കെ നമ്മുടെ ആ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഡിറ്റർമിനേഷൻ കാണുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമു പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്കൂൾ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കൂൾ പ്രസിഡൻ്റ് ആയിരുന്നോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആമ പറയുന്നുണ്ട്, അല്ല, ഞാനൊരു കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറയുന്നു. പിന്നെ ഞാനായിരുന്നു ബുദ്ധിസ്റ്റ് ചാൻറ്റിൻ്റെ ലീഡ് ചെയ്തിരുന്നതെന്നൊക്കെ നമ്മുടെ ആമ പറയുന്നുണ്ട്. കൂടാതെ ഞാൻ 7ാം ക്ലാസ്സുകാർക്ക് സ്കൂൾ ഗാർഡനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഇതും എൻജിനീയറിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ, എനിക്ക് ബൾബ് മാറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിവിടെ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ അതിൽ ബെറ്ററാവും, എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമെന്നൊക്കെ. അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെ തള്ളണമെന്നായിരുന്നു ഞാൻ ആലോചിക്കണ്ടായിരുന്നത്, ഞാനൊക്കെ ആയിരുന്നു ഇതിനപ്പുറം തള്ളിയെന്ന് തോന്നി. നമ്മുടെ ഇൻ്റർവ്യൂസിന് ആമിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവർ നിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ആമിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആമ പറഞ്ഞു, എ പേഴ്സൺ ഹു ഹാസ് നോ ഡെബിറ്റ് എന്നാണെന്ന്, അതായത് കടങ്ങളില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ചെറിയതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആമിൻ്റെ ഫ്രണ്ട്സ് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവരാണെങ്കിൽ ആകെ ടെൻഷനിലായിരുന്നു, ഇവന് ഇൻ്റർവ്യൂ പോയിട്ട് എന്തായി, അവൻ വല്ല മണ്ടത്തരമൊക്കെ പറഞ്ഞു കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ആമ പുറത്തേക്ക് വന്നു. അപ്പോൾ അവർ ചെന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ആമിന് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പെണ്ണ് വന്നിട്ട് നിൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വന്ന് പേരൊക്കെ ചോദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആമിൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആമിൻ്റെ ഫ്രണ്ടായ സാൻഡി പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ട് ആമ്, ഞങ്ങളിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാന്നൊക്കെ. അപ്പോൾ നമ്മുടെ പെണ്ണ് ചോദിച്ചു, നീ ഏത് ഫെക്യുലിറ്റിയിലേക്കാണ്, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ ആമ പറയുന്നതിന് മുന്നേ അപ്പോൾ കയറി പറഞ്ഞു, ഇവനിവിടെ ഇൻ്റർവ്യൂ പാസ്സാണെങ്കിൽ ഇലക്ട്രിക് എൻജിനീയറിംഗിലേക്കാണ്. എന്നിട്ട് അവർ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇൻ്റർവ്യൂ പാസ്സായോ എന്ന്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതെൻ്റെ ഗ്രാജുവേഷൻ ഡേഡെന്ന് ചോദിച്ചാൽ പോരെയെന്ന്. അപ്പം നമ്മുടെ ആമ പാസ്സായെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇലക്ട്രിക് എൻജിനീയറിംഗിൽ പാസ്സായില്ലേ, അപ്പം ഞാൻ നിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻജിനീയറിംഗ് ക്യൂട്ട് ബോയ് പേജിലേക്ക് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആമൊക്കെയാണെങ്കിൽ കുറച്ച് ഹൈപ്പൊക്കെ കയറിയിട്ട്, അതൊക്കെ വേണോ, കുറച്ച് ജാടിയിടില്ല, കുറച്ച് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൈയൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ വേണോ സെലിബ്രിറ്റി പോലെയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ക്യൂട്ടല്ല, അപ്പോൾ എന്തായാലും കുറേ ലൈക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ ഓക്കെ ഇതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട്, എൻ്റെ ഷർട്ട് ചുളുങ്ങിയുണ്ടോ, എൻ്റെ മുടി എങ്ങനെയുണ്ട്, എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ റെഡിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പോയോ ഇങ്ങനെ സാൻഡും കൂടിയിട്ട് ആമിനിങ്ങനെ റെഡിയാക്കണമൊക്കെ ഉണ്ട്, അവൻ്റെ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ പോയും ഫ്രെയിമിൽ ആമിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പെണ്ണ് ഫ്രെയിമിൽ നോക്കുമ്പോൾ പോയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട്, എനിക്ക് ആമിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭയങ്കര വിഷമമായി പോയി, ആൾ വലിയ കാര്യത്തിൽ നിന്നതായിരുന്നു. അപ്പോൾ ആളിങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ പറയുന്നുണ്ട്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് വിടുന്നുണ്ട്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആമും ഫ്രണ്ട്സും കൂടി ഹോസ്റ്റൽ റൂമിൽ വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ആമ പോനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ റൂം അപ്പുറത്തല്ല, അപ്പം നീ എന്തിനാ ഇവിടെ നിൽക്കണം, നിൻ്റെ റൂമിൽ പൊക്കോടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റൂംമേറ്റായിട്ട്
ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. അത് കാരണമാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ബെഡിൻ്റെ ഇടയിൽ കിടന്നിട്ട് താഴെ തറയിൽ കിടന്നിട്ട് ഞാനിവിടെ കിടന്നോളം നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ എന്തായാലും കൂർക്കം വലിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോമിസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നെ തീരെ വിശ്വാസത്തിൽ നീ പോയിക്കോന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് കോളേജിലാണ്. കോളേജിൽ പീർ മെൻറ്റർ സെലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ് ആമീനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെയാണ് പീർ മെൻറ്ററായിട്ട് വേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ആമ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാന്ന്. അപ്പം നമ്മുടെ ആമ തിരിച്ച് സാൻഡിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെയാണ് വേണ്ടതെന്ന്. അപ്പം നമ്മുടെ സാൻഡ് പറയുന്നുണ്ട് ആ ബണ്ണിട്ട സീനിയർ പെൺകുട്ടീനെ മതിയെന്ന്. അപ്പം നമ്മുടെ സാൻഡിൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കാനല്ല വന്ന് നോക്കുന്നത്, പീർ മെൻറ്ററെ കണ്ടുപിടിക്കാനേ വന്ന് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആമിൻ്റെ ടൈം വന്നു. അപ്പോൾ ആമ നമ്മുടെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെണ്ണൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും, ഇവൻ ഏത് ടീമിലായിരിക്കും എന്നൊക്കെ. അതായത് നമ്മുടെ പെണ്ണ് ആമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ആമ അവനെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവൻ്റെ ലോട്ട് എടുക്കുന്നുണ്ട്. അവന് പെർഫെക്റ്റ് അനലൈസിലേക്കായിരുന്നു എൻട്രി കിട്ടിയത്. അതായിരുന്നല്ലോ അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗ്രൂപ്പും. അപ്പോൾ അവിടെ നല്ല ഇതൊക്കെ ചീറിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊണ്ണാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷമായി. അവൾ അവിടെ നിന്ന് തുള്ളിച്ചാടായിരുന്നു. എന്നിട്ട് സ്റ്റേജിലേക്ക് ചെന്നിട്ട് നമ്മുടെ ആമിനെ വെൽക്കമൊക്കെ ചെയ്ത് മാലയ്ക്ക് ഇടിയിക്കുന്നുണ്ട്. എന്നിട്ട് അവന് ഒഫീഷ്യലായിട്ട് വെൽക്കമൊക്കെ ചെയ്യുന്നുണ്ട് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ആമിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെയും നമ്മുടെ സീനിയർ ജെറ്റിൻ്റെ വക എന്ന് പറഞ്ഞിട്ടൊരു പെൻസിൽ പൗച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സ് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുടെ വകയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിലും അതിൽ ടൈൽ റിപ്പയറിങ്ങിനുള്ള എന്തോ സാധനമാണ്. നമ്മുടെ ആമിന് മുഖമൊക്കെ മാറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഭാവമായിരുന്നു നമ്മുടെ ആമിന്. അത് കഴിഞ്ഞ് ഹോസ്റ്റൽ റൂമിലെത്തിയ ആമ ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ആമ പൊണ്ണിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരെന്താ, പെർഫെക്റ്റ് അനലൈനേഴ്സ് എന്ന്. അപ്പം നമ്മുടെ പൊണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളെ കാണാൻ നല്ല ഭംഗിയുള്ള കാരനാണ്. അപ്പോൾ നമ്മുടെ ആമ അവനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ അത്ര ഭംഗിയുണ്ടോയെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊരു മൊത്തത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൊണ്ണിന് അത് കണ്ട് ചിരി വന്നു. എന്നിട്ട് നമ്മുടെ പൊണ്ണ് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ, അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ പേരിട്ടു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പൊണ്ണ് ആമിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അവളുടെ എൻജിനീയറിംഗ് ക്യൂട്ട് ബോയുടെ പേജ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇത് ഏൽപ്പിക്കുന്നത്. എനിക്കൊരു പീർമെൻറ്റിനെ കിട്ടുകയാണെങ്കിൽ എന്തായാലും അവനെ ഏൽപ്പിക്കണമെന്ന് വെച്ചിരുന്ന കാര്യമായിരുന്നു അത്. അതുകൊണ്ട് നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ പൊണ്ണ് ആമിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആമാണെങ്കിലും ആദ്യം സമ്മതിക്കുന്നില്ല. അവനെ വേണ്ട എന്നാണ് അവൻ പറയുന്നുണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പൊണ്ണ് ഭയങ്കര പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നമുക്കധികം ഫോളോവേഴ്സൊന്നും ഇല്ല, അവർ പറയണത് എന്താണോ ആ പറയുന്ന ആളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാൽ മതി, ഒത്തിരി ലൈക്കൊക്കെ കിട്ടും, പോരാത്തതിന് നിൻ്റെ പോസ്റ്റിന് നല്ല ലൈക്ക് കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ അഡ്മിൻ ആവാമെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ആമ ഹോസ്റ്റലിലെത്തിയിട്ട് ഇത് അഡ്മിൻ ആവണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൊണ്ണാണെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ നമ്മുടെ ആമിന് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആമ കുറേ നേരം ആലോചിച്ചിരിക്കുന്നുണ്ട് അഡ്മിൻ ആവണോ വേണ്ടിയോ എന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ആമ അഡ്മിൻ ആവാനായിട്ട് തീരുമാനിച്ച് അഡ്മിൻ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആമ ഫോൺ താഴെ ഒന്ന് വെച്ചുള്ളൂ. അപ്പോഴേക്കും നിറച്ച് ചറ മെസ്സേജുകളായിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമ്മുടെ ആമാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചതിന് അറിയണ്ടായിരുന്നില്ല. അത് കാരണം അവൻ വേഗം ഫോൺ എടുത്ത് അതൊക്കെ നോക്കി. അപ്പം നമ്മുടെ ആമിന് ആരോ മെസ്സേജ് അയച്ചിട്ട് ഇതാണ് നമ്മുടെ എൻജിനീയറിംഗ് കോളേജിലെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ബോയ്, ഇവൻ്റെ ഫോട്ടോസൊന്നും എവിടെയും ആരും അപ്ലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഈ ഫോട്ടോ അയച്ചതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആമാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കണം. പക്ഷെ നമ്മുടെ ആമൊന്നും സംശയിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പൊണ്ണ് പറഞ്ഞിരുന്നു നീ ആരുടെ ഫോട്ടോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തോ, പക്ഷെ ഒരാളുടെ ഫോട്ടോ മാത്രം നീ അപ്ലോഡ് ചെയ്തിരുത്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടുമെന്നൊക്കെ നമ്മുടെ ആമിനോട് ഒരാളെ കുറിച്ച് നമ്മുടെ പൊണ്ണ് പറഞ്ഞിരുന്നു. പക്ഷെ അതാരാളെന്നൊന്നും നമ്മുടെ ആമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതായിരിക്കും പ്രശ്നം വരുമെന്നൊന്നും നമ്മുടെ ആമിന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ആമാണെങ്കിലോ രണ്ടും കൽപ്പിച്ച് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് #ഒക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ പൊണ്ണ് പറഞ്ഞ ആൾ ഇതാണോ അല്ലയോ എന്ന്. നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ അറിയാം നമ്മുടെ ആമിങ്ങി ഫോട്ടോ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിനൊക്കെ ചെയ്യുന്നത്, അത് കാരണം എനിക്കറിയാം നല്ല പോരായ്മയുള്ളൊരു വീഡിയോ ആണിതെന്ന് എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തുടക്കമല്ലേ, അപ്പോൾ ആർക്കായാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.